കൂടുതൽ സെൻസിറ്റീവായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത് കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇത്തരം ചർച്ചകൾ തുടരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യമായി അതിലൊരു നിലപാട് പറയാനുള്ളത്. അതല്ലേ അതിന്റെ ഒരു ന്യായം. രണ്ടാമത്തെ കാര്യം, ഇതില് നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും അവനവന്റേതായ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. ഇയാള് ഭയങ്കരനാ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ, അതായത് ഒരു കുട്ടിക്ക് തട്ടമിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കുഴി തൊട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീക്ക് ആ വേഷം ധരിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, കുരിശുമാല ധരിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സാമൂഹ്യ സാഹചര്യത്തെയും ആ രീതിയെയുമാണ് നമ്മൾ വിമർശന വിധേയമാക്കേണ്ടത്. അതോടെ എന്റെ ഡ്യൂട്ടി തീരും. അല്ലാതെ അവിടെയുള്ള ഇരകളെയല്ല നമ്മൾ വീണ്ടും വീണ്ടും പ്രസ് ചെയ്യുകയും സമ്മർദ്ദത്തിലാക്കുകയും അവരെ കൊണ്ട് അവരാണ് പ്രശ്നക്കാർ എന്ന രൂപത്തിലല്ല പോകേണ്ടത്. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഞങ്ങളെ കിട്ടില്ല. എല്ലാവർക്കും അവരുടേതായ വിശ്വാസം അനുസരിച്ച് ജീവിച്ചാൽ അവരുടേതായ വസ്ത്രധാരണം, പിന്നെ ആ രൂപത്തിൽ യൂണിഫോമിനെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കാത്ത രൂപത്തിൽ അവരുടേതായ വസ്ത്രധാരണങ്ങൾ എടുത്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വെരി ഗുഡ്. ഒരു കുട്ടി പുരുഷന്മാര ധരിച്ചുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു തട്ടമിട്ടുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒന്നുമില്ലാത്തൊരു വിഷയത്തെ ഒരു വലിയൊരു പ്രശ്നവൽക്കരിച്ചുകൊണ്ട് അത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു സമൂഹത്തിൽ തന്നെ വലിയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് പോകുന്നതിന് പകരം ആലം മാഷ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്ത് പറയണു? ഞാൻ ഇടപെടുന്നത് വളരെ വളരെ സെൻസിറ്റീവായ കുരിശുമാല ചന്ദനക്കുറി എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് പറയുകയും ഇതൊക്കെ അനുവദിക്കാമെങ്കിൽ അതും അനുവദിച്ചുകൂടെ എന്നുള്ളൊരു ധ്വനി അതിനകത്തുണ്ട്. അങ്ങനെ ഒരു ധ്വനി അതിനകത്തുണ്ട്. ഒരു ഭീഷണിയില്ലടാ. ശരിക്കും അതുള്ളതാ. അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതൊക്കെ അനുവദിക്കാമെങ്കിൽ ഇതും അനുവദിച്ചുകൂടെ എന്നല്ല പറഞ്ഞത്. എല്ലാം അനുവദിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് പറഞ്ഞത്. അതോടെ അതെന്താണെന്ന് അങ്ങനെ പിടികിട്ടൂലോ. അത് ശരിയാ. മുതലെടുപ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് അപർണ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ ആ കുട്ടിക്ക് ഇപ്പോഴും ഹിജാബ് ധരിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അപർണ ആരുടെ കൂടെ? അത് ഉത്തരം പറ. നോക്കൂ, സ്കൂൾ യൂണിഫോമിന്റെ ബൈലോയാണ് നിങ്ങൾ അനുസരിക്കേണ്ടതെങ്കിൽ ഞങ്ങൾ ഓക്കെ ശരി, അത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചോട്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും മതാചാരപരമായിട്ടുള്ള പല അടയാളങ്ങളും ധരിച്ചുകൊണ്ടല്ല വാർത്ത വായിക്കേണ്ടത് എന്നുള്ളത് ഒരു ബൈലോയാണ്. അതൊരു റിട്ടേൺ ബൈലോ അല്ല, അതൊരു അൺറിട്ടേൺ ബൈലോയാണ്. അങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഇനി മുതൽ കുരിശുമാല ധരിക്കരുത് അല്ലെങ്കിൽ ചന്ദനക്കുറി തൊട്ട് വരരുത് എന്നൊരു ബൈലോ ഇറക്കിയാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ശബരിമലയ്ക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറമുള്ള യൂണിഫോം ഉള്ള ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് കറുത്ത വസ്ത്രം ധരിച്ച് ശബരിമലയ്ക്ക് പോകുമ്പോൾ വരാൻ സാധിക്കുമോ? ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ സാധിക്കുമോ? സ്വാഭാവികമായിട്ടും ഈ വിഷയം ഉണ്ടാവില്ലേ? അതിന്റെ കാരണം നിങ്ങൾ ശക്തമായിട്ട് വ്യക്തമാക്കേണ്ടി വരും. ഈ വിഷയം ഉണ്ടാവില്ലേ? ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അങ്ങനെ വരാറുണ്ട്. കുട്ടികൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. അതിൽ ആർക്കും ഒരു അസഹിഷ്ണുതയില്ല. നമുക്ക് സഹിഷ്ണുതയാണ് വേണ്ടത്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം മതാചാരം അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യമാണ് വേണ്ടത്. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ അങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ ചോദിച്ചത് ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിം മാനേജ്മെന്റ് ഇനി ചന്ദനക്കുറി തൊട്ട് വരാൻ പാടില്ല, പുരുഷമാല ധരിച്ചു വരാൻ പാടില്ല എന്ന് ബൈലോ ഇറക്കിയാൽ അപർണ അതിനെ ഇപ്പൊ പറഞ്ഞ അതേ ന്യായം വെച്ചിട്ട് ന്യായീകരിക്കുമോ ഇല്ലേ? പക്ഷേ ഈ കേട്ടതൊന്നും എനിക്ക് സഹിക്കാനാവണില്ല. ശരി, ആരിഫ് ഹുസൈൻ മറുപടി പറയാം. നമ്മളൊക്കെ പറയാറുണ്ടല്ലേ ശിഖണ്ഡിയാർക്ക് യുദ്ധം ചെയ്യാം. ഇതാ തന്നെ കഥ. ഞാൻ അപർണയോടാണ് ചോദിച്ചത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി ഇരുന്നിരുന്ന് ആസനത്തിൽ തഴമ്പ് വീണു. എനിക്കിഷ്ടപ്പെട്ടു. മതി, ഇതാണ് കാഴ്ചപ്പാടിന്റെ വ്യത്യാസം.